ശ്രീ പി കൃഷ്ണദാസ്, രാജ്യത്തിൻ്റെ വിവിധ കോണുകളുടെ സംശയങ്ങൾ, ആശങ്കകൾ, ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയില്ല. ഞാനൊരു ഒറ്റ കാര്യം ചോദിച്ചു, നമുക്ക് ചർച്ച അതിൻ്റെ വൈൻഡപ്പിൻ്റെ ഘട്ടത്തിലേക്ക് പോകുന്നു. ചുരുക്കി പറയണം, ഈ ധൻഖർ ആരോഗ്യ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണല്ലോ BJPയുടെ വേർഷൻ അനുസരിച്ച് രാജിവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഉചിതമായൊരു യാത്രയയപ്പ് നൽകിക്കൂടെ? ശ്രീ പി കൃഷ്ണ. അത് പാർലമെന്റിൽ നടക്കേണ്ട കാര്യങ്ങളാണ് അജിംഷാദെ. ഒന്ന്. രണ്ടാമത്തത്, 2024 ഡിസംബറിൽ 11 പ്രതിപക്ഷ പാർട്ടികൾ, ശ്രീ അനിൽകുമാറിന്റെ പാർട്ടി അടക്കം ഉള്ള 11 പാർട്ടികൾ ചേർന്ന് ശ്രീ ധൻഖറിനെതിരെ അതാ ആയിക്കോട്ടെ, ധൻഖർ ഗാന്ധിജിയൊന്നും അല്ലല്ലോ, അത് രാഷ്ട്രീയ പ്രക്രിയയാണല്ലോ. ശ്രീ പി കൃഷ്ണദാസ്, ഇത് പറയൂ, യാത്രയയപ്പ് നൽകുമോ? അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്താണ്. യാത്രയയപ്പ് നൽകുമോ? ഞാൻ ഒന്ന് പറയട്ടെ. അതല്ലേ ഞാൻ പറയാം. അത് പാർലമെന്റിൽ നടക്കുന്ന കാര്യമാണ്. സഭയുടെ നാഥൻ, ഇപ്പോഴത്തെ നാഥൻ ആരാണോ അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമല്ലേ. അത് നമ്മളെങ്ങനെയാ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കുക? പാർലമെന്റിന് പുറത്ത് തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ. ഒന്നത്. രണ്ടാമത്തത്, അതാണ് ഞാൻ പറഞ്ഞത്, 11 രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിനെതിരെയുള്ള ഇംപീച്ച്മെന്റ് പ്രമേയത്തിൽ അവർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വലിയ ശല്യക്കാരനാണ്, അദ്ദേഹത്തെ കൊണ്ട് പൊറുത്തുമുട്ടിയിരിക്കുന്നു, അദ്ദേഹം പാർലമെന്റിൽ പ്രതിപക്ഷത്തെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, ഈ തരത്തിലുള്ള ആരോപണം കൊണ്ടേക്കാം. ശ്രീ സെബാസ്റ്റ്യൻ പോൾ സാർ പറഞ്ഞത് അനുസരിച്ചിട്ടാണെങ്കിൽ അതുകൊണ്ടാണ് രാജി എഴുതി വാങ്ങിയത്. നമുക്കൊരു ഒരു തലത്തിൽ നിന്നുകൊണ്ടല്ലേ നമുക്ക് ഈ കാര്യങ്ങളെ കാണാൻ. അല്ല, താങ്കൾ അവസാന ഘട്ടത്തിൽ അത് ഉന്നയിച്ചു, അതുകൊണ്ട് പറഞ്ഞതാ. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഉന്നയിച്ചതുകൊണ്ട് സമയം പോകുന്നു. അതെ, പ്രതിപക്ഷം കാണിക്കുന്ന നിരുത്തരവാദപരമായിട്ടുള്ള നടപടിയെ കുറിച്ച് എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. അവർ വ്യക്തമാണ്. ഒരു ഉപരാഷ്ട്രപതിയെ കുറിച്ച്, സഭയുടെ നാഥനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിച്ചത്. എനിക്ക് ആ തരത്തിലേക്ക് താന്നുകൊണ്ട് ഒരു അഭിപ്രായം പറയാൻ ഒരു അതുകൊണ്ടാണ് ശ്രീ കെ അനിൽകുമാർ, ഒരു യാത്രയയപ്പ് പോലും അർഹിക്കുന്നില്ല ധൻഖർ എന്നതാണ് കേന്ദ്രത്തിൻ്റെ, മോദി സർക്കാരിൻ്റെ നിലപാട്. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ അത് ആവശ്യപ്പെട്ടിട്ട് പോലും എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഘട്ടത്തിൽ എന്താണ് ഇതുവഴി വായിച്ചെടുക്കേണ്ടത്? അല്ല, ലോകസഭയ്ക്ക് ഡെപ്യൂട്ടി സ്പീക്കറുണ്ടോ? നമ്മുടെ പാർലമെൻ്ററി ചരിത്രത്തിൽ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി കൊടുക്കുക, ലോകസഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടാവുക. അങ്ങനെ BJPക്ക് ഡെപ്യൂട്ടി സ്പീക്കർ ഉണ്ടായിരുന്നു. BJP അധികാരത്തിലേറ്റ് ഈ 11 കൊല്ലക്കാലത്തിനൊക്കെ ലോകസഭ ഡെപ്യൂട്ടി സ്പീക്കറില്ല. നമ്മുടെ കേന്ദ്ര മന്ത്രിസഭയിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി ഉണ്ടോ? മന്ത്രിയില്ല. മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രി ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം ഉണ്ടാകൂ എന്നല്ല ഞാൻ പറയുന്നത്. ജനാധിപത്യം ഉണ്ടാകാൻ മതപരമായി മന്ത്രിമാരെ നോക്കണ്ട. പക്ഷേ നമ്മുടെ രാജ്യത്തെ ജനസംഖ്യയിൽ 10-18% വരുന്ന ജനവിഭാഗത്തിന് ഒരു മന്ത്രി പദവി പോലുമില്ല. അതൊരു മര്യാദയുള്ള കാര്യമാണോ? അത് റെപ്രസെൻറ്റേഷനാണോ? അത് ഉൾക്കൊള്ളലാണോ? അത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വമാണ് ഇൻക്ലൂഷനാണ്. ഒരു പകുതി ഉണ്ടാവട്ടെ, അല്ലെ 2 പകുതി ഉണ്ടാവട്ടെ, ഇങ്ങനെയൊക്കെയല്ലേ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്നത്. എന്താണ് ചെയ്യാത്തത്? ഗുജറാത്തിൽ നിങ്ങൾ പോകുമ്പോൾ, അല്ലെങ്കിൽ മഹാരാഷ്ട്രത്തിൽ പോകുമ്പോൾ, ഇല്ലെങ്കിൽ ബീഹാറിലേക്ക് പോകുമ്പോൾ പട്ടികജാതി വിഭാഗങ്ങളിൽ ഉപജാതികൾ, ദളിത്, മഹാദളിത്, ഇങ്ങനെ നിങ്ങൾ വിഭജനം ഉണ്ടാക്കുന്നവരാണ് BJP. ആ BJP ആണ് ഈ ജനസംഖ്യയിലെ ഒരു 10-18% പെടുത്തൊരു മതവിഭാഗത്തെ പൂർണ്ണമായിട്ടും തങ്ങളുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തത്. ഇതാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്ന BJPയുടെ ഗവൺമെൻറ്റാണോ പോകേണ്ടത്, ധൻഖറാണോ പോകേണ്ടത്? പ്രതിപക്ഷം പരാതിപ്പെട്ടുകൊണ്ട് ധൻഖറിനെ വിട്ടെന്ന് പറഞ്ഞാൽ കൊള്ളാം. ആദ്യം വിടേണ്ടത് എന്താണ്? മോദിയല്ലേ പോകേണ്ടത്, അമിത്ഷയല്ലേ പോകേണ്ടത്? കുറഞ്ഞ പക്ഷം ആ പഹൽഗാമിൽ വന്ന് ഇന്ത്യക്കാരനെ കൊന്നിട്ട് പോയ ഒരു ഭീകരവാദിയുടെ പേര് പറയാൻ പറ്റാതെ ഈ മോദി ലോകം മുഴുവൻ നടക്കുന്നത് എന്തിനാ? ഞാൻ അത്ര ചോദിക്കുന്നു. ഇതുപോലെ വഞ്ചക ഗവൺമെന്റാണ്, ഭീകരവാദികളോട്ട് ഒത്തുതീർപ്പുണ്ടാക്കി. ധൻഖർ മാറിയാൽ ഇങ്ങോട്ട് അയച്ച ആ ഭീകരവാദി ആരെന്ന് മോദിക്ക് അറിയത്തില്ല. അതാണ്. എന്നിട്ടോ ആ പട്ടാളത്തിൻ്റെ തലവനെ ട്രംപ് വിളിച്ച് അത്താഴ വിരുന്ന് കൊടുത്തു. ആ ട്രംപിൻ്റെ കൂടിയാണ് മോദി. ആ ട്രംപിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് മോദി. ഏത് മോദിക്ക്? വൈറ്റ് ഹൗസിൽ ഒരു പട്ടാള തലവനെ വിളിച്ച് വിരുന്ന് കൊടുത്തിട്ട് എൻ്റെ ഏറ്റവും വലിയ ദിവസമാണെന്ന്, പുണ്യദിനാണെന്ന് എന്ന് പറഞ്ഞ മോദി, ട്രംപ് പറഞ്ഞു. ആ പട്ടാള തലവൻ എന്ന് പറയുന്നത് ഈ ഭീകരവാദി ഇങ്ങോട്ട് പറഞ്ഞു വിട്ട പട്ടാളത്തിൻ്റെ തലവനാണ്, പാകിസ്ഥാൻ്റെ. ഇതാണ് ഇന്ത്യ രാജ്യത്ത് BJP. അതുകൊണ്ട് BJPക്കാർക്ക് എത്ര കാലം ഇങ്ങനെ സർക്കസും ബാലൻസും കളിച്ച് നിൽക്കാൻ പറ്റും? ധൻഖറിനോട് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യം കാണുകയില്ല, വേറെ എന്തോ വിഷയം വന്ന് കാണും. ധൻഖറിനെ നിങ്ങൾ കൈയൊഴിഞ്ഞ് കാണും. അതിൻ്റെ പേരിൽ ധൻഖറിനെ നിങ്ങൾ പാക്ക് ചെയ്ത് കാണും.
തീർച്ചയായും ശ്രീ പാക്കിംഗ് ആണല്ലോ, ഒരു പെട്ടി പാക്ക് ചെയ്ത പോലെ അതാണ് ധൻഖർ അതാണ് നിങ്ങൾ അങ്ങനെ ഒരു pack പാക്കിംഗ് ആണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ നിങ്ങൾ അവസാനമായി pack ചുരുക്കി, ചെയ്താലൊന്നും അതായത് തീരുന്നില്ല. ഈ നിങ്ങളെ ഒരു pack യാത്രയയപ്പ് ചെയ്യുന്ന ഒരു പോലും തരത്തിലേക്ക് നൽകാതെ പറഞ്ഞു നമ്മുടെ വിടുന്നു ജനാധിപത്യം വികസിപ്പിക്കുക. ധൻഖറിനെ. ഇതാണ് ഞങ്ങളുടെ അങ്ങനെ ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു. ധൻഖർ പോയാൽ അതിന് പകരം മറ്റൊരാൾ വരുമായിരിക്കാം. അത് ആര് എന്നുള്ള ചർച്ചകൾ ഇതിനകം തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പല പാക്കേജുകൾ ഒക്കെ രാഷ്ട്രീയമായി വരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ കാണിക്കേണ്ട ജനാധിപത്യപരമായ ചില സഭ്യതകളുണ്ട്. അതിനോടുള്ള ലംഘനമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഒരു യാത്രയയപ്പ് പോലും ഇല്ലാതെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ട് പോലും. ചുരുക്കി ശ്രീ സെബാസ്റ്റ്യൻ പോൾ. അല്ല, ബി ജെ പിയുടെ ഒരു ചാവേറിൻ്റെ നിലയിലേക്ക് താഴ്ന്നുകൊണ്ട്, സ്വയം താഴ്ന്നുകൊണ്ട് ഉള്ള പ്രവർത്തനമായിരുന്നു ഉപരാഷ്ട്രപതി എന്ന നിലയിൽ ധൻഖർ നടത്തിക്കൊണ്ടിരുന്നത്, രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലും. അപ്പോൾ അദ്ദേഹം ഏതായാലും രാജിവെച്ചു പോകുമ്പോൾ നമ്മൾ ആദ്യമേ ചർച്ചയിൽ പറഞ്ഞു, അത് ആ വിവരം പാർലമെൻറ്റിനെ അറിയിക്കുക. മറ്റൊന്ന്, അദ്ദേഹത്തിന് ഉചിതമായ ഒരു യാത്രയയപ്പ് നൽകുക. അതൊക്കെ സാധാരണ നടക്കുന്നതല്ലേ. ഏത് ഒരു സർക്കാർ ജീവനക്കാരൻ പിരിഞ്ഞു പോകുമ്പോഴും ഒരു റിട്ടയർമെൻറ്റ് അതൊക്കെ ഒരു സാമാന്യ മര്യാദയുടെ ഭാഗമാണ്. ഇവിടെ അതുപോലും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ധൻഖർ എന്തുകൊണ്ട് ബി ജെ പിക്ക് ഇത്രമാത്രം അനഭിമതനായി എന്ന ചോദ്യമുണ്ട്. ധൻഖർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബി ജെ പിയുടെ മുദ്രാവാക്യങ്ങളാണ്, അവരുടെ ആശയങ്ങളാണ്. അപ്പോൾ അത് ബി ജെ പി തള്ളിക്കളയുന്നുണ്ടോ? ഇപ്പോൾ പറയാൻ കഴിയില്ലല്ലോ. പക്ഷേ ധൻഖറുമായി വരുമ്പോൾ ഈ മൗലികമായ വിഷയങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസമായിരിക്കില്ല, അവിടെ മറ്റെന്തോ സംഭവിച്ചിരിക്കുന്നു. തീർച്ചയായും മറ്റെന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന ചോദ്യം തന്നെയാണ് ദുരൂഹത. അതിൽ ക്ലാരിറ്റി വരുത്താത്തതാണ് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഭീഷണിയായി, ജനാധിപത്യത്തിൻ്റെ വിരുദ്ധതയുടെ ഏറ്റവും മുഖമായി ഈ ഘട്ടത്തിൽ നാം നിശ്ചയിക്കുന്നത്.